ചെമ്പനിപ്പ് സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന മറ്റൊരു എപ്പിസോഡിന്റെ വിശേഷമാണ് കേട്ടോ പറയുന്നത്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. ദേവു ബാക്കി എന്ന ഹോസ്പിറ്റലില് പൂ കൊടുക്കാൻ വേണ്ടിയിട്ട് രേവതി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പൂ കൊടുത്തതിന് ശേഷം രേവതി ദേവുവിനെ കാണാൻ വേണ്ടി പോവാണ്. ദേവു ആണെന്നുണ്ടെങ്കിൽ ചേച്ചി എപ്പോ വന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എടി ഞാൻ പൂ കൊടുക്കാൻ വേണ്ടി വന്നതാണ് ചേച്ചി, അങ്ങനെയാണെങ്കിൽ വാ നമുക്ക് ഒരു ചായ കുടിക്കാന്ന് പറയാനേ. വേണ്ട, ഞാൻ ഇപ്പൊ കഴിച്ചിട്ട് വന്നതാണ്. അതുമാത്രമല്ല ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു സ്ഥലത്ത് പൂ കൊടുക്കാനും പോകാനുണ്ട്. ചേച്ചി ഒന്ന് വന്നേ എന്ന് പറഞ്ഞിട്ട് പിടിച്ചു വലിച്ചു കൂട്ടിക്കൊണ്ട് പോവാണ് ചായ മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതിയുടെ അടുത്ത് ദേവു ചോദിക്കുന്നുണ്ട്, ചേച്ചി വീട്ടില് അതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചോ? എന്തിനെ കുറിച്ച്? ശ്രുതി സെക്കൻഡ് പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് കൺസീവ് ആവാൻ വേണ്ടിയിട്ടാണ് വന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ലായിരുന്നോ? അതിനെക്കുറിച്ച് ചോദിച്ചത്. അതിന് ഞാൻ നിന്നെ മാത്രമേ കുറ്റം പറയുള്ളൂ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലായിരുന്നോ അതിനെക്കുറിച്ചൊന്നും ചോദിക്കണ്ടായിന്ന്. വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവസാനം എന്റെ തലയിൽ അത് പെരുപ്പായിട്ട് വീട്ടിൽ അതിപ്പോ ഒരു വലിയ പ്രശ്നം തന്നെയായി. അതിന് ചേച്ചി ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ ആരെടുത്തും ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ. നീയല്ല പറഞ്ഞത്, ഞാനാണ്. അതിനെക്കുറിച്ച് ആലോചിച്ച് എന്റെ തല പെരുത്തിട്ട് ഞാൻ ആ കാര്യത്തെക്കുറിച്ച് വർഷയുടെ അടുത്ത് പറഞ്ഞു. വർഷ ചെന്ന് ശ്രീകാന്തിന്റെ അടുത്തും ശ്രീകാന്ത് ചെന്നിട്ട് സച്ചേട്ടന്റെ അടുത്തും പറഞ്ഞ് അങ്ങനെ ആ വീട്ടിലെ എല്ലാവരും ആ കാര്യം അറിഞ്ഞു. വർഷ ശരിക്കും ഡബിംഗ് ജോലി ചെയ്ത് ഇപ്പൊ ഒരു റേഡിയോ ആയിട്ട് മാറിയല്ലേ ചേച്ചി? ഇതിനെ കുറിച്ചിട്ട് അമ്മ അറിഞ്ഞിട്ട് വെറുതെ എന്നെ ചീത്ത വിളിച്ചു. അതിന് ചേച്ചി നമ്മള് കള്ളത്തിലൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല, ശരി തന്നെയാണ്. പക്ഷെ ശ്രുതി ഇതിനു മുമ്പ് പ്രഗ്നന്റ് ആയിട്ടുണ്ട്, എന്നിട്ട് അത് അബോർഷനായി. ആ കാര്യത്തെക്കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. ഈ കാര്യത്തെക്കുറിച്ച് എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അവസാനം എല്ലാവരും കൂടി ചേർന്നിട്ട് എന്നെ വറുത്തുകോരി. അയ്യോ ചേച്ചി, ഞാൻ കാരണമല്ല ഇതെന്ന് ദേവു ഭയങ്കര സങ്കടത്തോടു കൂടി ചോദിക്കുമ്പോ, നീയൊന്നുമല്ല കാരണം, ഞാൻ എന്റെ വായ വെച്ച് ചുമ്മാതിരിക്കണമായിരുന്നു. ചേച്ചി ഇനി ഇതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ ഡോക്ടറെ അടുത്തൊന്ന് പോയി ചോദിക്കട്ടെ. നീയൊന്നും മിണ്ടാതിരിക്കോ ദേവു? നീ അവളുടെ ഒരു കാര്യത്തെക്കുറിച്ചൊരു അന്വേഷിക്കാൻ വേണ്ടി പോണ്ട. നമ്മൾ ആരും അവരുടെ കാര്യത്തിൽ ഇടപെടണ്ട. അവള് ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാലും നീ അവളുടെ അടുത്ത് സംസാരിക്കാൻ പോലും അതെന്താ ചേച്ചി എന്ന് ചോദിക്കുകയാണ് ദേവു. നമ്മൾ ഒന്നും ചെയ്യാണ്ടിരുന്നാൽ തന്നെ നമ്മളെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞ കാര്യവും കൂടി നീ ആരെടുത്തും പറയരുത്. അതിനെക്കുറിച്ച് നീ ഹോസ്പിറ്റലിൽ ആരെടുത്തും ചോദിക്കാനും പോകണ്ട. നമ്മൾ നമ്മുടെ സ്വന്തം കാര്യമായിട്ട് ജീവിച്ചാൽ മതി. മനസ്സിലായോ എന്ന് രേവതി ചോദിക്കുമ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് തലയാട്ടുന്നുണ്ട് ദേവു. രേവതി ചായ കുടിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴേക്കും ദേവുവിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. റിസപ്ഷൻ എന്നാണ് വിളിക്കുന്നത്. HR നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അവര് റിസപ്ഷനിലുണ്ട്, നീ വന്ന് സംസാരിച്ചോന്ന് പറയാണ്. HR വിളിച്ചത് ശ്രുതിയുടെ കാര്യം പറയാൻ തന്നെയാണ് കേട്ടോ. ശ്രുതി അവിടെ ചെന്നിട്ട് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റാഫ് ക്ലയന്റ്സിന്റെ ഡീറ്റെയിൽസ് പുറത്ത് പറയുന്നു എന്ന് പറഞ്ഞിട്ട് HR വന്ന ഉടനെ തന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്നുണ്ടേ. സാറ് വിളിച്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതല്ല, ഈ ഹോസ്പിറ്റലിലേക്ക് എന്തിനാ വന്നത്? അക്കൗണ്ട്സ് ജോലി നോക്കാൻ. അത് വിട്ടിട്ട് നീ എന്തിനാണ് പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്? സർ, അത് എന്റെ റിലേറ്റീവ് ആണ്. റിലേറ്റീവ് ഒക്കെ അങ്ങ് വീട്ടിലാണ്, ഇത് ഹോസ്പിറ്റലാണ്. ഇവിടെ നിനക്ക് അക്കൗണ്ടന്റ് ജോലി ആവുന്ന സമയത്ത് അത് മാത്രം ചെയ്താൽ മതി. അല്ലാതെ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും പരതാൻ വേണ്ടിയിട്ട് നീ നിൽക്കണ്ട. സോറി സർ, ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയുമ്പോ ആ ശ്രുതി എന്ന് പറയുന്ന പേഷ്യന്റ് ഇവിടേക്ക് വിളിച്ചിട്ട് കംപ്ലൈന്റ് ചെയ്തിരിക്കുന്നു. ഇനി ഈ ഹോസ്പിറ്റലിലേക്ക് വരില്ല എന്നുള്ള കാര്യവും പറഞ്ഞു. നീ കാരണം ഇവിടെ ഒരു ക്ലയന്റിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷനാണ് നീ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതുകൊണ്ട് ഇന്നു മുതൽ നീ ജോലിക്ക് വരണ്ട. അയ്യോ സർ, അങ്ങനെ പറയരുതെന്നൊക്കെ ദേവു ഭയങ്കര കെഞ്ചി കേൾക്കുന്നുണ്ട്. ഇല്ല, നിനക്കിവിടെ ജോലിയില്ല, ഇപ്പൊ തന്നെ നിനക്ക് ഇവിടുന്ന് പോകാം എന്ന് പറയുമ്പോൾ, സർ പ്ലീസ്, എന്റെ അമ്മയും ചേച്ചിയും പൂ കെട്ടിയിട്ടാണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ പഠിക്കാൻ വേണ്ടി വിട്ടത്. സർ, ഇനി ഞാൻ ആരുടെ കാര്യത്തിലും ഇടപെടില്ല, സോറി സാർ എന്നൊക്കെ പറഞ്ഞിട്ട് കെഞ്ചുമ്പോ, കഷ്ടപ്പെട്ട ഫാമിലിയിൽ നിന്ന് വന്നിട്ടാണോ നീ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? നീ കെഞ്ചിയതുകൊണ്ട് മാത്രം ഇത് നിന്റെ അവസാനത്തെ വാർണിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ജോലി എന്ന് പറഞ്ഞു വിടുന്നൊന്നുമില്ല കേട്ടോ. എന്ന് കരുതിയിട്ട് നിന്നെ അങ്ങനെ പണിഷ് ചെയ്യാതിരിക്കാനൊന്നും പറ്റില്ല. ഈ മാസത്തെ നിനക്ക് സാലറിയില് പകുതി ക്യാഷ് തരുള്ളൂ. കാരണം ഈ ഹോസ്പിറ്റലിലെ ഒരു ക്ലയന്റിനെയാണ് നീ നഷ്ടപ്പെട്ടിരിക്കുന്നത്. സാർ, എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? പറ്റില്ല എന്നുണ്ടെങ്കിൽ നീ ജോലി വിട്ട് പോയിക്കോ എന്ന് HR പറയുന്നത് കേൾക്കുമ്പോൾ, ശരി സാർ, ഈ മാസം ഞാൻ ഹാഫ് സാലറി മേടിച്ചോളാം എന്ന് സമ്മതിക്കാണ് ദേവു ചെയ്യുന്നത്. അത് കഴിഞ്ഞ് രേവതിയാണ് കേട്ടോ കാണിക്കുന്നത്. രേവതി ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൂടെ പൂ കെട്ടുന്ന ചേച്ചിമാര് വീടിന്റെ പുറത്ത് നിന്നുകൊണ്ട് വിളിക്കുന്നുണ്ട്. രേവതി, നീയൊന്ന് വീടിന്റെ പുറത്തേക്ക് വരുമോ, ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോ ചേച്ചിമാരെല്ലാരും കൂടി അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് രേവതി വിളിക്കുന്നുണ്ട്. ഇല്ല, നിന്റെ അടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ട്, നീ പുറത്തോട്ട് വാ എന്ന് പറയുമ്പോ രേവതി അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. ചേച്ചിമാരെല്ലാവരും എന്താ ഇവിടെ നിന്നത്? ഉള്ളിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ചായ കുടിച്ചിട്ട് പോവായിരുന്നല്ലോ എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. അതല്ല രേവതി, ഇന്ന് വലിയൊരു കല്യാണ ഓർഡർ വന്നിട്ടുണ്ട്. 3-4 പേര് ഇരുന്ന് കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ മാലയും അതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റും. അത് കേട്ട് രേവതിയാണെന്നുണ്ടെങ്കിൽ, ചേച്ചി രാവിലെ പറയുമായിരുന്നെങ്കിൽ ഞാൻ വന്നേനെ. ഇപ്പൊ സച്ചേട്ടൻ വരുന്നത് എപ്പോഴാന്ന് അറിയില്ല, സച്ചേട്ടന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. അതിനെന്താ, നീ സച്ചിയെ വിളിച്ച് ഫോണിൽ പറ. സച്ചി എന്തായാലും പൊക്കോളം തന്നെയല്ലേ പറയുള്ളൂ. അത് ശരി തന്നെയാണ് ചേച്ചി, പക്ഷേ സച്ചേട്ടൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരും. അപ്പോ ഞാൻ ഭക്ഷണമൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ലെങ്കിൽ ശരിയാവില്ല. നീ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് രേവതി വന്നാ മതി. അതല്ല ചേച്ചി, സച്ചേട്ടൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഭക്ഷണം കഴിക്കാതെ അതുപോലെ തന്നെ കിടക്കും. ഞാനുണ്ടെങ്കിൽ
ഞാൻ വെയിറ്റ് ചെയ്തിട്ട് സച്ചേട്ടന് വേണ്ട കാര്യങ്ങളെല്ലാം എടുത്തു വെക്കും. രേവതി ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അതിലുള്ളൊരു ചേച്ചി പറയുന്നുണ്ട്, രേവതി നീ പറയുന്നത് കേട്ടിട്ട് ചിരിക്കണോ കരയണോ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? പിന്നെ അല്ലാതെ കഴിഞ്ഞ ആഴ്ചയല്ലേ നിന്റെ ഭർത്താവ് അടിയുണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് നീ കരഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന കുഞ്ഞിന് ചോറ് കൊടുക്കുന്നത് പോലെയാണല്ലോ നീ കാര്യങ്ങൾ പറയുന്നത് എന്ന് കരുതിയിട്ട് ചേച്ചി എപ്പോഴും അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടി പറ്റുമോ? കണവനാണ് കൺകണ്ട ദൈവം എന്നുള്ള കാര്യം പറയുമല്ലോ. എന്തായാലും നീ സച്ചിയുടെ അടുത്തൊരു വാക്കൊന്ന് ചോദിച്ചു നോക്ക്. അപ്പോഴും രേവതി വേണ്ടാന്നാണേ പറയുന്നത്. ഇപ്പൊ സച്ചേട്ടൻ ജോലി തിരക്കിലായിരിക്കും. എന്തായാലും ഞാൻ വന്നാൽ ശരിയാവില്ല, നിങ്ങൾ പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പറഞ്ഞു വിടുവാണ്. അവരങ്ങ് പോവാൻ വേണ്ടി അങ്ങ് ഒരുങ്ങുന്നുണ്ട്. അപ്പോഴേക്കും സച്ചിയാണെങ്കിൽ രേവതിയുടെ ഫോണിലേക്ക് വിളിക്കുവാണ്. ഫോൺ എടുത്ത ഉടനെ തന്നെ രേവതി പറയുന്നുണ്ട്, സച്ചേട്ടന് 100 ആയുസാണ്. നീ എന്താ വല്ല ജോത്സ്യനും പോയി കണ്ടിട്ടുണ്ടായിരുന്നോ എന്ന് സച്ചി ചോദിക്കുമ്പോ, ഇല്ല, സച്ചേട്ടനെ കുറിച്ച് ഇപ്പൊ ഞാൻ നനച്ചതേ ഉള്ളൂ, സച്ചേട്ടനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും സച്ചേട്ടൻ ഫോൺ ചെയ്തു. അങ്ങനെ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ 100 ആയുസാവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെന്തിനാ ഭക്ഷണം കഴിക്കുന്നത്, ഉറങ്ങുന്നത്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ആരുടെങ്കിലും നമ്മളെ കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി പറഞ്ഞാൽ പോരെ? എന്ത് പറഞ്ഞു കഴിഞ്ഞാലും സച്ചേട്ടൻ അതിന് ഓരോരോ കളി പറയും. ശരി, സച്ചേട്ടൻ എപ്പോഴാ ഇന്ന് വരാന്ന് ചോദിക്കുമ്പോ, അതിനെക്കുറിച്ച് പറയാൻ തന്നെയാണ് ഞാൻ നിന്നെ വിളിച്ചത്. ഇന്ന് ഞാൻ വരില്ല. വരില്ലെന്നോ? അതെ രേവതി, ഇന്ന് രാത്രി ഞാൻ വരില്ല. എവിടേക്കാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ സ്ഥലത്തിന്റെ പേര് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് രേവതി അടുത്തതായിട്ട് രാത്രി മുഴുവൻ ഓടിക്കുമെന്ന് ചോദിക്കുകയാണെ. പിന്നെ ഓടിക്കാതെ എങ്ങനെ അവിടെ എത്തുന്നത്? അപ്പോൾ ടയേർഡ് ആയാലോ എവിടെങ്കിലും കുറച്ചു നേരം നിർത്തിയിട്ട് ഉറങ്ങും. അപ്പോൾ വിശന്നാലോ ഭക്ഷണം കഴിക്കും. എവിടുന്ന് കഴിക്കും? കടയിലല്ലാതെ പിന്നെ വേറെ എവിടുന്ന രേവതി കഴിക്കുന്നത്? ഏത് കടയിലെന്ന് ചോദിക്കുമ്പോൾ പോകുന്ന വഴിയിൽ എവിടെയാണോ രേവതി ഭക്ഷണം ഉള്ളത് വെച്ചാൽ അവിടുന്ന് കഴിക്കും. ഓ അങ്ങനെയാണല്ലേ. അപ്പോ നിങ്ങൾ എന്താ കഴിക്കുക? കടയിൽ രേവതി എന്താ ഉള്ളത് വെച്ചാൽ ഞാൻ അത് കഴിക്കും. രേവതിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് സച്ചി ഒരു വഴിയായേ. രാത്രിയിൽ നിങ്ങൾക്ക് ഉറക്കം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ട്രിപ്പ് അവിടെ കൊണ്ടുപോയി വിട്ടിട്ട് ഞാൻ കിടന്നുറങ്ങും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ റൂം എടുക്കുവോ? അതിനെന്തിനാ രേവതി റൂം എടുക്കുന്നത്? കാറില്ലേ? കാറിൽ എത്ര നേരം എന്ന് വെച്ചിട്ട് സച്ചിട്ട കിടന്നുറങ്ങുക? അത് അടുത്ത ട്രിപ്പ് എപ്പോഴാണോ കിട്ടുന്നത് അതുവരെ കിടന്നുറങ്ങും. അപ്പോ രാവിലെ നിങ്ങൾ വരുമല്ലേ ഉള്ളൂ? പിന്നെ രാവിലെ നിങ്ങൾ എവിടുന്ന് കഴിക്കും? എന്ത് കഴിക്കുന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും രേവതി നിർത്ത്, നീ എന്താ ട്രെയിനിലെ ബോഗി മാതിരി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? നിർത്താതെ എന്ന് കരുതിയിട്ട് സച്ചിയേട്ട നിങ്ങൾ പുറത്തോട്ട് പോവാ എന്നുള്ള കാര്യം പറയുമ്പോ എനിക്ക് കാര്യങ്ങളൊക്കെ അറിയണ്ടേ? കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇത്രയും ചോദ്യമൊക്കെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? നീ നിന്റെ അമ്മയുടെ അടുത്തേക്ക് പോവാ എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് ഞാൻ പോയിട്ട് വരാമെന്നല്ലേ പറയാറുള്ളൂ. ഭാര്യയെ കൂട്ടാതെ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വന്ന ഉടനെ തന്നെ തുടങ്ങും, അവിടെ എന്താ ചെയ്തത്, ആരാ നിങ്ങൾ കണ്ടത്, ആരടുത്തൊക്കെ നിങ്ങൾ സംസാരിച്ചു, ഇവരെ കണ്ടോ അവരെ കണ്ടോ, അത് ഇതെന്നൊക്കെ ചോദിക്കും. ഓ അപ്പൊ നിങ്ങൾ രാത്രിയിൽ വരില്ല അല്ലെ? ശരി, ഇപ്പോഴാണ് ചേച്ചിമാര് വന്നിട്ട് ഒരു ജോലിയുണ്ട് വൈകുന്നേരം വരെ പൂക്കെട്ടാൻ വേണ്ടിട്ട് വരുന്നോ എന്നുള്ള കാര്യം ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ രേവതി നീ പോയിട്ട് വാ എന്ന് സച്ചി പറയുന്നുണ്ട്. അപ്പോ നിങ്ങൾ ഞാൻ എവിടെ പോകുന്ന എന്താ കാര്യങ്ങളൊന്നും അന്വേഷിക്കില്ലേ? എനിക്ക് രേവതി ഒന്നും ചോദിക്കാനില്ല, നീ പോയിട്ട് വാ. നീ ഇത്രയും നേരം എന്നെ ചോദ്യം ചെയ്തില്ലേ, ആ സമയം കൊണ്ട് ഞാൻ ദൂരെ എവിടെയെങ്കിലും പോയിട്ട് വന്നേനെ. നീ എന്തായാലും രേവതി പോയിട്ട് വാ, രാവിലെ വരാ എന്ന് പറയുമ്പോ രാവിലെ നിങ്ങൾ എപ്പം വരും എന്ന് പറഞ്ഞിട്ട് അടുത്ത ചോദ്യം ചോദിക്കുന്നതിന് മുമ്പായിട്ട് ദയവ് ചെയ്ത് രേവതി എന്നെ പെടുത്തല്ല. ഞാൻ ക്ലയന്റിനെ പോയി എടുത്തിട്ട് അവരെ കൊണ്ടുപോയിട്ട് വിട്ടിട്ട് വരാം. ദയവ് ചെയ്തിട്ട് ഇനിയും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കല്ലേ വെക്കെന്ന് പറഞ്ഞിട്ട് സച്ചി ഫോൺ വെക്കുകയാണ്. സച്ചിയുടെ ആ സംസാരം കേൾക്കുമ്പോൾ രേവതി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിമാരിങ്ങനെ അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ പൂ കെട്ടാൻ വേണ്ടിയിട്ട്. രേവതി അവരെ വിളിച്ചിട്ട് താൻ വരാ എന്നുള്ള കാര്യം പറയുമ്പോൾ നീ വരില്ല എന്നുള്ള കാര്യം പറഞ്ഞതുകൊണ്ട് വേറെ ഒരാളടുത്ത് വരാൻ വേണ്ടി പറഞ്ഞു. എന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? രേവതി നാളെ നിന്റെ ഭർത്താവ് രാവിലെ വരുന്ന സമയത്ത് അവന് വേണ്ട ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നീ അവിടെ ഇരുന്നോ? ശരി ഞാൻ വെക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. അപ്പോഴും രേവതിക്ക് ചിരിയാണ് കേട്ടോ വരുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ വർഷയാണെങ്കിൽ ഡബിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് രാത്രിയിലാണ് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. വരുമ്പോ തന്നെ ശ്രീകാന്തിനെ വിളിച്ചിട്ട് താൻ എപ്പോഴാ വരാന്ന് ചോദിക്കുന്നുണ്ട്. ഇന്ന് ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, അതും 12 മണിക്ക് ശേഷമാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഞാൻ മിഡ് നൈറ്റ് ആവും വരാന്. ഈ കാര്യം ശ്രീകാന്തെ നിനക്ക് ആദ്യം എന്റെ അടുത്ത് പറഞ്ഞുകൂടായിരുന്നു. അതിന് ഞാൻ തന്നെ ഇപ്പോഴാണ് ഈ കാര്യം അറിഞ്ഞത്. നമുക്ക് നാളെ പുറത്തു പോയിട്ട് ഫുഡ് കഴിക്കാം. നീ ഇങ്ങനെ ഓരോരോ റീസൺസ് പറഞ്ഞു ഒഴിഞ്ഞു മാറിക്കോ. സോറി വർഷേ, നമുക്ക് നാളെ പോകാം എന്ന് ശ്രീകാന്ത് ഒന്നുകൂടി പറയുമ്പോ ശരി, എന്തായാലും നീ മിഡ് നൈറ്റിലല്ലേ തിരികെ വരിക, അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ഉറക്കമായിരിക്കും, വാതിലൊന്നും തുറന്നു തരില്ല, പിന്നെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫോണും എടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ അങ്ങ് ഫോൺ കട്ട് ചെയ്യുവാണേ. അയ്യോ, വർഷ എന്തായാലും ഡോർ തുറന്നു തരില്ല എന്നുള്ള കാര്യം ശ്രീകാന്തിന് മനസ്സിലായി. പുറത്ത് കിടന്നുറങ്ങേണ്ടി വരുമല്ലോ, അതുകൊണ്ട് എന്തായാലും ചേച്ചിയെ വിളിച്ചിട്ട് പറയാന്ന് പറഞ്ഞ് രേവതിയെ വിളിക്കുവാണേ. ഫോൺ എടുത്ത ഉടനെ തന്നെ രേവതി ചോദിക്കുന്നുണ്ട്, എന്താ ശ്രീകാന്തെ വിളിച്ചതെന്ന്. ചേച്ചി ഇന്ന് ചേച്ചി എന്നെ രക്ഷിക്കണം. എന്ത് പറ്റി ശ്രീകാന്ത്? ഇന്ന് എനിക്കൊരു മിഡ് നൈറ്റ് ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, അതുകൊണ്ട് രാത്രിയിലാണ് ഞാൻ വീട്ടിൽ തിരിച്ചെത്തും. വർഷയുടെ അടുത്ത് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോ അവള് ഡോർ തുറന്നു തരില്ല എന്നുള്ള കാര്യം പറഞ്ഞത്. എന്താ വീണ്ടും നിങ്ങൾ തമ്മിൽ അടിയായോ? ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്നെ കൊണ്ടുപോയിട്ട് നടുത്തെരുവിൽ ഇടുന്ന തോന്നുന്നത്. ചേച്ചി ഞാൻ വരുന്ന സമയത്ത് ഒന്ന് ഡോർ തുറന്നു തരണേ. ശരി, നീ വരുന്ന സമയത്ത് എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഡോർ തുറന്നു തരാം. പിന്നെ രേവതി ചേച്ചി ഞാൻ വരുന്നതിന് മുമ്പായിട്ട് തന്നെ അവളടുത്ത് സംസാരിച്ചിട്ട് ഒന്ന് തണുപ്പിച്ച് വെച്ചേക്കണേ. വർഷയല്ലേ, അതൊക്കെ ഞാൻ ചെയ്തോളാം. ശരി എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. വർഷ ഉള്ളിലേക്ക് കയറിയിട്ട് ആദ്യം രേവതിയുടെ അരികിലേക്കാണ് കേട്ടോ വരുന്നത്. ചേച്ചി ഡിന്നർ റെഡിയാണോ എന്ന് ചോദിക്കുകയാണ്. ദാ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ റെഡിയാകും. പിന്നെ ചേച്ചി ഇന്ന് ശ്രീകാന്തിന് ഫുഡ് ഉണ്ടാക്കണ്ട, അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ വരുന്ന സമയത്ത് നീ ഡോർ തുറന്നു കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞല്ലോ.
അത് ചേച്ചി വേറൊന്നുമില്ല, പുറത്ത് പോകാന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് എന്തെങ്കിലുമൊക്കെ റീസൺ പറഞ്ഞിട്ട് അത് മുടക്കും. ജോലി ആയതുകൊണ്ട് എന്തൊക്കെയാണെങ്കിലും ചേച്ചി അവൻ വരുന്ന സമയത്ത് ചേച്ചി ഡോർ തുറന്ന് കൊടുക്കാൻ വേണ്ടി നിൽക്കണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോ. ഇന്ന് സച്ചേട്ടനും വരില്ല, രാവിലെ വരുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞത്. ഓ അങ്ങനെയാണല്ലേ, അപ്പോൾ ചേച്ചി ഒറ്റയ്ക്ക് കിടന്നുറങ്ങണം. ഇന്ന് ഗേൾസ് നൈറ്റ് ആണ്, നമുക്കൊരു കാര്യം ചെയ്യാം, ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഒരു മൂവി കാണാം. മൂവി കാണുന്ന കാര്യത്തെക്കുറിച്ച് കേട്ടപ്പോൾ രേവതിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണേ. ഇപ്പോ ഒരു പുതിയൊരു പ്രേതത്തിന്റെ പടം റിലീസ് ആയിട്ടുണ്ട്, നമുക്കത് എന്റെ ടാബിൽ കാണാം. പ്രേതത്തിന്റെ പടം? അത് വേണ്ട, എനിക്ക് ഭയമാണെന്ന് രേവതി പറഞ്ഞ കേട്ട ഉടനെ അതിലല്ലേ ചേച്ചി ഒരു ത്രില്ലുള്ളത്, അതൊന്നും വേണ്ട വർഷേ, എനിക്ക് ആ പടം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അന്ന് ഉറക്കം വരില്ല. അതിനെന്താ ചേച്ചി, ഞാൻ കൂടെ ഉണ്ടല്ലോ. എന്തായാലും ചേച്ചി ഫുഡൊക്കെ എടുത്തു വെക്കി, ഞാൻ വേഗം പോയിട്ട് ഫ്രഷപ്പ് ആയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് വർഷ അവിടുന്ന് പോവാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഹാളിലെ കട്ടിലുണ്ടല്ലോ നമ്മുടെ രേവതിയും അതുപോലെ സച്ചിയും കിടക്കുന്നത്, അവിടെ ചെന്ന് ഇരുന്നും കണ്ട് രണ്ടുപേരും കൂടി മൂവി കാണാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. അതിനകത്ത് പ്രേതം വരുമ്പോഴേക്കും രേവതിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഭയമാണ്. വർഷ അതിനകത്ത് ഇതാ പ്രേതം വരുന്നു, വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മറിഞ്ഞു നിൽക്കുന്നുണ്ട്. എന്നാ വർഷയാണെങ്കിൽ രേവതി ചേച്ചി നോക്ക് ചേച്ചി, ഇതാ പ്രേതം വന്നു, നോക്ക് നോക്ക് പറഞ്ഞിട്ട് നിർബന്ധിച്ച് കാണിപ്പിച്ചു കൊടുക്കുവാണ്. ആ സമയത്ത് ഇടയ്ക്ക് രേവതി ആണെങ്കിൽ ഒച്ചത്തിൽ ആർക്കുന്നൊക്കെ ഉണ്ട്, ചേച്ചി നോക്ക്, പ്രേതത്തിന്റെ പടമാകുമ്പോ ഇങ്ങനെയൊക്കെ തന്നെയാണ്, ചേച്ചി നോക്കെന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും നിർബന്ധിച്ച് കാണുമ്പോൾ ഇതേ നോക്ക് റൂമിലേക്ക് പോകുന്നു, അത് ചേച്ചി അങ്ങനെയൊക്കെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കാനുണ്ട് രേവതി. രണ്ടുപേരും കൂടി സൗണ്ട് ഉണ്ടാക്കുന്നത്. ചന്ദ്ര മുറിയിൽ നിന്ന് ഇറങ്ങി വരുവാണ്. പുറത്തേക്ക് വരുമ്പോഴും രേവതി വർഷയുടെ അടുത്ത് പറയുന്നുണ്ട്, വേണ്ട വർഷ, എനിക്കിതൊന്നും കാണാൻ, ചേച്ചി ഒരുപാട് സ്ഥലത്ത് ഒറ്റയ്ക്ക് പോകുന്നതല്ലേ, എന്നിട്ട് ഒരു മൂവി കാണാൻ പറ്റുന്നില്ലേ? ഇല്ല വർഷേ, എനിക്ക് ഇങ്ങനത്തെ സിനിമയൊന്നും കണ്ടിട്ട് ശീലമില്ല, ചേച്ചി ഇതൊക്കെ കാണുക ചേച്ചി എന്നിട്ട് പിടിച്ചു വെക്കാണ് കേട്ടോ രേവതിയെ. വേണ്ട വർഷ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും രേവതി ഒന്നുകൂടി ആർക്കുമ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ പോയിട്ട് ലൈറ്റ് ഓൺ ആക്കിയാണ്. വർഷയും പ്രേതം വന്നു എന്നാ തോന്നുന്നത്, ആനെ ലൈറ്റ് ഒക്കെ ഓൺ ആവുന്നൊക്കെ പറയുമ്പോഴേക്കും വർഷ ചിരിക്കുന്നുണ്ട്. ചന്ദ്രയാണെങ്കിൽ അവരുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. എന്താ രേവതി, രാത്രിയിലാണോ ഈ ഒച്ചപ്പാടും ബഹളവും? ആന്റി, ഞങ്ങള് സിനിമ കണ്ടോണ്ടിരിക്കുകയായിരുന്നു എന്ന് വർഷ പറയുമ്പോ, ഈ സമയത്താണോ സിനിമയൊക്കെ കാണുന്നത്? ഞങ്ങൾക്ക് ഉറക്കം വന്നില്ല, അതുകൊണ്ട് ഒരു സിനിമ കണ്ടു, അത്രേ ഉള്ളൂ. പടം കാണുന്നതിന് എന്തിനാ ഇവിടെ കിടന്ന് ഒച്ചമേളം ഉണ്ടാക്കുന്നത്? ആന്റി, രേവതി ചേച്ചിക്ക് പ്രേതത്തിന്റെ സിനിമ ഭയമാണ്, അതുകൊണ്ടാണ് ശബ്ദം ഉണ്ടാക്കിയത്. പ്രേതത്തിനെ കണ്ടിട്ട് ഇവള് പേടിക്കേണ്ട കാര്യം എന്താ? ഇവള് തന്നെ ഒരു കുട്ടിച്ചാത്തനല്ലേ എന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. ഇവക്കാണോ പ്രേതത്തിനെ കണ്ടിട്ട് ഭയം എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര ഇങ്ങനെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ വർഷയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ആന്റി എന്ത് വർത്താനായി പറയുന്നത്? ആരാണെന്നുണ്ടെങ്കിലും ഭയം ഉണ്ടാവില്ലേ? എന്താ ആന്റിക്ക് പ്രേതത്തിനെ പേടിയൊന്നും ഇല്ലെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ ചിരിച്ചുകൊണ്ട്, നിങ്ങളെ പോലത്തെ ചെറിയ പിള്ളേരെ പ്രേതത്തിനെയൊക്കെ കണ്ടിട്ട് ഭയപ്പെടുള്ളൂ, എനിക്കെന്ത് ഭയമാണെന്നൊക്കെ ചോദിക്കുകയാണെ. ഞാനൊക്കെ എന്റെ നാട്ടിൽ പാതിരാത്രിയും തനിയെ പോയിട്ട് തനിയൊക്കെ വരുന്നതാണ്, അതുകൊണ്ട് എനിക്കൊന്നിനും പേടിയൊന്നുമില്ല. അങ്ങനെ ഇനിയിപ്പോ വല്ല പ്രേതവും വന്നു കഴിഞ്ഞാലും ഒരൊറ്റ തട്ടങ്ങ് കൊടുക്കും, അത് ചുരുണ്ടങ്ങ് വീഴൂലേ. പ്രേതത്തിനെ കണ്ടിട്ട് പേടിക്കുന്നു പോലും, ചുമ്മാ വെറുതെ ഒച്ചപ്പാടുണ്ടാക്കാതെ മലക്കി കിടന്ന് ഉറങ്ങാൻ നോക്കുന്നു പറഞ്ഞിട്ട് ചന്ദ്ര മുറിയിലേക്ക് അങ്ങ് പോവാണേ. എന്നിട്ട് ഭയപ്പെടുന്നു. പിന്നെ പ്രേതം എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര മുറിയിലേക്ക് അങ്ങ് കയറി പോവാണ് ഡോറൊക്കെ അടച്ച്. ആന്റി ചേച്ചി കുറച്ച് ഓവറായിട്ടല്ലേ സംസാരിച്ചിട്ട് പോയത്? എനിക്ക് അങ്ങനെ വ്യത്യാസമൊന്നും തോന്നിയില്ല വർഷ, കാരണം എപ്പോഴും എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ തന്നെ സംസാരിക്കുന്നത്. ആന്റിക്ക് പ്രേതത്തിന് പേടിയില്ല എന്നല്ലേ പറഞ്ഞത്? ചേച്ചിയാണെന്നുണ്ടെങ്കിൽ കുട്ടിച്ചാത്തൻ എന്നുള്ള കാര്യവും പറഞ്ഞു. എന്നെ ഇതിനു മുമ്പ് വേറെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, ഒന്നും അല്ല വർഷേ. ആന്റിക്ക് പേടിയില്ല എന്നുള്ള കാര്യമല്ലേ പറഞ്ഞത്? പേടി എന്താന്നുള്ള കാര്യം ഞാൻ കാണിച്ചു കൊടുക്കാം. വർഷേ, നീ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം രേവതി ചോദിക്കും. ആന്റിയെ ഞാൻ ഭയപ്പെടുത്തി കാണിച്ചു തരാം. രേവതിയാണെങ്കിൽ വേണ്ട വർഷേ, വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വർഷ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് ചെയ്തിട്ട് തന്നെയാണല്ലോ പിന്മാറുള്ളൂ. ചേച്ചിയെ അവര് കുട്ടിച്ചാത്തനെന്നല്ലേ പറഞ്ഞത്? അവരുടെ മേല് കുട്ടിച്ചാത്തനെ ഞാൻ എങ്ങനെ കയറ്റിവിടുന്നെന്നുള്ള കാര്യം കാണിച്ചു തരാം. അപ്പോഴേക്കും ചെറുതായിട്ടൊന്ന് രേവതി പുറകിലേക്ക് നിൽക്കുന്നുണ്ട്. എന്താ വർഷേ, നിനക്ക് മന്ത്രമൊക്കെ അറിയുമെന്ന് ചോദിക്കുമ്പോ, എനിക്ക് മന്ത്രവും തന്ത്രവും ഒന്നും അറിയില്ല, പക്ഷേ ടെക്നോളജി അറിയാം. പ്രേതത്തിന്റെ സിനിമ എങ്ങനെയാണ് എടുക്കുക എന്നുള്ള കാര്യം ഞാനിപ്പോ ചേച്ചിയെ കാണിച്ചു തരാം. അപ്പോഴും രേവതി വേണ്ട എന്ന് പറഞ്ഞിട്ട് തടഞ്ഞു നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ വർഷയാണെന്നുണ്ടെങ്കിൽ റൂമിൽ പോയിട്ട് സ്പീക്കറൊക്കെ എടുത്തിട്ട് വരുവാണേ. സ്പീക്കർ എടുത്തിട്ട് രേവതിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. എന്താ വർഷ ഇതൊക്കെ എന്ന് ചോദിക്കുമ്പോ, പ്രേതത്തിന്റെ സിനിമയിൽ പ്രേതത്തെ കണ്ട് ഭയപ്പെടുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ അതിന്റെ സൗണ്ട് എഫക്ട്സ് കേൾക്കുമ്പോഴാണല്ലോ കൂടുതൽ ഭയം വരുക. അപ്പോഴും രേവതി വേണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാൻ വർഷ ചന്ദ്ര കിടക്കുന്ന റൂമിന്റെ പുറത്ത് നിന്നിട്ട് ഡോറിന്റെ അടുത്ത് സ്പീക്കർ ഓൺ ആക്കിയിട്ട് പ്രേതം വരുന്നതിന് മുമ്പ് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടാവുമല്ലോ, അത് ഓൺ ആക്കുവാണേ. ആ ശബ്ദം കേൾക്കുന്നുണ്ട് ചന്ദ്ര ഉള്ളിന്ന്. കണ്ണൊക്കെ തുറന്നിട്ട് എന്താണ് ഈ ശബ്ദം, അയ്യോ എന്ത് ശബ്ദം ഇതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഒരു പെണ്ണിങ്ങനെ കരയുന്നത് പോലത്തെ സൗണ്ട് വെച്ചു കൊടുക്കുവാണേ. അപ്പോഴും രേവതി വർഷയുടെ അടുത്ത് പറയുന്നുണ്ട്, വേണ്ട വർഷ, ഇത് പ്രശ്നമാകും എന്നൊക്കെ. പക്ഷെ അതൊന്നും വർഷയ്ക്ക് ഒരു കൂസലേ ഇല്ല കേട്ടോ. ആദ്യം കരയുന്നത് കേൾപ്പിച്ചു, അത് കഴിഞ്ഞ ശേഷം പൊട്ടിച്ചിരിക്കുന്നതൊക്കെ കേൾപ്പിക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്രയ്ക്ക് ചെറുതായിട്ട് ഭയം തുടങ്ങുന്നുണ്ട്. കിടന്നോടന്നൊക്കെ എഴുന്നേക്കുവാണേ. അയ്യോ ആരോ ചിരിക്കുന്നത് പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര എഴുന്നേക്കുമ്പോഴേക്കും ഉറക്കത്തിൽ രവി പറയുന്നുണ്ട്, ചന്ദ്രയെ ചിരിക്കാതെ കിടന്ന് ഉറങ്ങാൻ വേണ്ടി നോക്ക്. അതിന് മറുപടിയായിട്ട് ചന്ദ്ര പറയുന്നുണ്ട്, രവിയേട്ടാ ഇത് ഞാനല്ല വേറെന്തോ ശബ്ദമാണ്. പക്ഷെ രവി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല, നല്ല ഉറക്കമാണ്. ഈ രവിയേട്ടന്റെ ഒരു കാര്യം, മരുന്നും കുടിച്ചിട്ട് ബോധമില്ലാതെ കിടന്നുറങ്ങാന്നൊക്കെ പറഞ്ഞ് രവിയെ പ്രാകുന്നുണ്ട് ചന്ദ്ര. അതേസമയം ഇതേ സൗണ്ട് ശ്രുതിയും മുറിയിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ശ്രുതി നല്ല ഉറക്കമാണ്. കേൾക്കുന്നുണ്ടെങ്കിലും ശ്രുതി ആണെങ്കിൽ തിരിഞ്ഞ് അങ്ങോട്ടേക്ക് കിടക്കുവാണ്. അതിനെ പേടിച്ച് പൊതച്ചു മൂടി കിടക്കുന്നുണ്ട് ശ്രുതി. അതേസമയം
ചിരിയും കരച്ചിലൊക്കെ നിർത്തിയതിന് ശേഷം ഓൺ വോയിസിൽ ചന്ദ്രേന്ന് പറഞ്ഞ് കുറച്ച് ബാസൊക്കെ ഇട്ടിട്ട് സൗണ്ട് മാറ്റിയിട്ട് വർഷം ഇങ്ങനെ വിളിക്കുവാണ്. അപ്പോഴേക്ക് ചന്ദ്രയാണെങ്കിൽ ആരാന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ചന്ദ്ര എന്നുള്ള വിളി നിർത്തിയിട്ട് ആരാന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുമ്പോഴേ ഇത് എന്റെ വീടാന്നുള്ള കാര്യം പറയാണ്. ഇത് എന്റെ വീടാണ്. ചന്ദ്രയാണെങ്കിൽ പേടിച്ചിട്ട് ഇത് എന്റെ വീടാന്നൊക്കെ പറയുന്നുണ്ട്. ചന്ദ്ര എന്ന് പറഞ്ഞ ഒറ്റ വിളി വിളിക്കുമ്പോഴേക്കും പേടിച്ച് ബെഡിന്ന് താഴെ കിടക്കുന്നുണ്ട്. രവിയേട്ടാ എഴുന്നേക്ക് പറഞ്ഞ് വിളിക്കുമ്പോഴും രവിയാണെന്നുണ്ടെങ്കിൽ മെഡിസിൻ കഴിച്ച ആ മയക്കത്തില് നിന്റെ ആരെങ്കിലും ബന്ധുക്കളാണെങ്കിൽ ചന്ദ്ര നീ പോയി നോക്കുന്നൊക്കെ പറയുന്നുണ്ട് പിച്ചുമ്പയ്യായിട്ട്. ഇത് എന്റെ വീടാണ്, ഇവിടുന്ന് വെളിയിൽ പോവെന്നൊക്കെ പറയുന്നുണ്ട് ചന്ദ്രയുടെ അടുത്ത് വർഷ. വീട് വിട്ട് വെളിയിൽ എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ കട്ടിലിന്റെ അടിയിൽ കയറുന്നുണ്ട്. വെളിയിൽ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വർഷ അങ്ങ് ചിരിക്കാൻ വേണ്ടി തുടങ്ങുവാണേ. പ്രേതത്തിന്റെ സീരിയലിലൊക്കെ യക്ഷികൾ ചിരിക്കുന്ന അതേപോലെ തന്നെ ചിരിയാണ്. ചന്ദ്ര അങ്ങനെ പേടിച്ചിട്ടാണെന്നുണ്ടെങ്കിലും മെല്ലെ മെല്ലെ വന്നിട്ട് കതക് തുറക്കുവാണേ. ചന്ദ്ര പുറത്തേക്ക് വരുമ്പോഴേക്കും ഇവർ രണ്ടുപേരും ഒളിച്ചു നിൽക്കുന്നുണ്ട്. അതേസമയം ശ്രുതിയും ഒച്ചപ്പാടൊക്കെ അവസാനിച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് പുറത്തേക്ക് വരുവാണേ. അവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ട് പേടിക്കുന്നുണ്ട്. പിന്നീട് അവർ രണ്ടുപേരും നടക്കുമ്പോ ചെലങ്കയുടെ ശബ്ദം കേൾപ്പിക്കുകയാണ്. ഇതെന്താടാ പുതിയതായിട്ട് ശബ്ദമൊക്കെ, എനിക്ക് പേടിയാവുന്നടാ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൈയൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുവാണ്. ഈ വീട്ടില് പ്രേതം ഉണ്ടെന്നുള്ള കാര്യം തോന്നുന്നത് അമ്മയുള്ളപ്പോ എങ്ങനെയാണ് അമ്മ അത് വരുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സുധിയെ അടിക്കുകയാണ് കേട്ടോ ചന്ദ്ര. അമ്മ അടിക്കില്ല അമ്മ ധൈര്യമുള്ള ആളാണല്ലോ, പിന്നെ അമ്മ ഇരിക്കുമ്പോ എങ്ങനെയാണ് അത് ഇങ്ങോട്ട് വന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. വീണ്ടും വർഷയാണെന്നുണ്ടെങ്കിൽ ഇത് എന്റെ വീടാണ് തിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചന്ദ്രയും അതുപോലെ തന്നെ സുധിയാണെങ്കിൽ പേടിച്ച് വിറച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിൽ അവിടെ അങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ കുറെ ഇംഗ്ലീഷിലെ ഡയലോഗൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. അവർ രണ്ടുപേരും നന്നായിട്ട് ഭയന്നു മനസ്സിലാക്കുമ്പോഴേക്കും വർഷം മതി നിർത്തി എന്ന് പറഞ്ഞിട്ട് രേവതി പോയിട്ട് ലൈറ്റ് അങ്ങ് ഓൺ ആക്കുവാണ്. എന്നിട്ട് രണ്ടുപേർക്കും കൊണ്ടുപോയിട്ട് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. വർഷയുടെ അടുത്ത് മതി എന്ന് പറയുമ്പോഴേക്കും വർഷയാണെങ്കിൽ പുറത്തേക്ക് വന്നിട്ട് ഭയങ്കര ചിരിയാണ്. ആന്റിക്ക് ഭയമില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഇപ്പോ നന്നായിട്ട് ഭയന്നല്ലേന്നൊക്കെ ചോദിച്ചിട്ട് വർഷ ചിരിക്കുമ്പോഴേക്കും ഇതൊക്കെ നിങ്ങളുടെ പണിയായിരുന്നോ, ഈ സമയത്താണോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ രേവതിക്ക് നേരെ ചെല്ലുന്നത്, എടി ഇതൊക്കെ നിന്റെ പണിയാണോ എന്ന് ചോദിക്കുമ്പോൾ ആന്റി എന്തിനാ രേവതി ചേച്ചിയെ ചീത്ത വിളിക്കുന്നത്, ഇതെല്ലാം ഞാൻ ചെയ്തതാണ്, ജസ്റ്റ് ഫണ്ണിന് വേണ്ടി ചെയ്തതല്ലേ, ഇതൊക്കെ നിനക്ക് ഫണ്ണാണോ, കുറച്ചും കൂടി നേരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് വല്ല ഹാർട്ട് അറ്റാക്കും വരുമായിരുന്നു എന്ന് ശ്രുതി. നിന്നെ ഞാൻ ചീത്ത വിളിച്ച് പറഞ്ഞതിന് നീ ഒപ്പിച്ചു കൊടുത്ത ഐഡിയ ആയിരിക്കുമല്ലേ ഇതെന്നൊക്കെ ചോദിച്ചിട്ട് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രേവതിയെ. ആന്റി ഞാൻ പറഞ്ഞല്ലോ ഇത് എന്റെ ഐഡിയ ആണെന്ന്, എന്തിനാ ആന്റി രേവതി ചേച്ചി ചീത്ത വിളിക്കുന്നത്, ആന്റിക്ക് ഭയം വന്നോ ഇല്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് വർഷ ഭയങ്കര ചിരിയാണ്. രേവതിക്കാണെങ്കിൽ നല്ല പേടി തോന്നുന്നുണ്ട്. ചന്ദ്ര നോക്കി പേടിപ്പിക്കുകയാണ്. വർഷയുടെ മുമ്പിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയിട്ട് ചന്ദ്ര സുധിയും കൂട്ടിയിട്ട് പോവുകയാണ് അവിടുന്ന്. വർഷയെ ഞാൻ അപ്പോഴേ വേണ്ടാന്നുള്ള കാര്യം പറഞ്ഞല്ലേ, ഇനിയിപ്പോ ഇതിനും കൂടി ചേർന്നിട്ട് രാവിലെ ഞാൻ മേടിച്ച് കെട്ടേണ്ടി വരും, അതൊക്കെ നോക്കാൻ രേവതി ചേച്ചി. എന്തായാലും ഇപ്പൊ പിടിച്ച പേടിയാല് ഇനി നമ്മുടെ പരിസരത്തേക്ക് പോലും വരില്ല എന്ന് പറഞ്ഞ് ചിരിച്ച് വർഷകം കയറി പോവാണ്.